സർവം നീ തന്ന പോൽ നൽകാനുണ്ടേറെ ഞാൻ, നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ. അപ്പം വർദ്ധിപ്പിച്ച ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ച് സന്തോഷത്തിലാണ്. യേശു എല്ലാവരെയും പിരിച്ചുവിട്ടു, വീട്ടിലേക്ക് പോയി സന്തോഷത്തോടെ ആയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മറുകരയിലേക്ക് പൊയ്ക്കോ, ഞാൻ വന്നോളാം. അങ്ങനെയല്ല സാധാരണ പതിവ്, ഒരുമിച്ചാണ് എല്ലായിടത്തും യാത്ര ചെയ്യാറുള്ളത്. എന്നാൽ ആദ്യമായിട്ട് യേശു അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അപ്പുറത്തേക്ക് പൊയ്ക്കോ. അവർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോവുകയാണ്. പോയി കുറേ കഴിഞ്ഞപ്പോൾ യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നു. ഇത് കണ്ടപ്പോൾ അവർ ഭൂതമെന്നാണ് കരുതിയത്. അവർ നിലവിളിച്ചു. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. എത്ര വേദനയോടെയാണ് ഈ സംഭവത്തിലെ സുവിശേഷം അവസാനിക്കുന്നത്. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. വലിയൊരു വിശ്വാസസാക്ഷ്യം വഹിച്ചിട്ട് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് അവരിങ്ങനെ യേശുവിനെ കണ്ടപ്പോൾ ഭൂതമെന്ന് കരുതിയത്. ചില തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പോഴും സംഭവിക്കാറുണ്ട്. നല്ലത് ചീത്തയെന്നും ചീത്തത് നല്ലതെന്നൊക്കെ തോന്നുന്ന ചില സമയങ്ങളിൽ തന്നെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാലും ഇപ്പോഴൊരു സംശയം നിലനിൽക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും യേശു ആ സമയത്ത് വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വന്നത്? അങ്ങനെയൊന്നും പൊന്നു തമ്പുരാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോവില്ല. ഏതെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒരു നന്മയുണ്ടാകാൻ വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ അത്ഭുതം ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. 5 അപ്പം 5000 പേർക്കായിട്ട് വിഭജിച്ചപ്പോൾ യേശു ഭൂമിയെ പഠിപ്പിച്ച പാഠം എന്താണെന്നറിയോ? തൻ്റെ കരങ്ങളിൽ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് വാഴ്ത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്താൽ അപ്പത്തിന് മാറ്റം സംഭവിക്കും. അതാണല്ലോ പരിശുദ്ധ കുർബാന. പുരോഹിതൻ കരങ്ങളിലെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുമ്പോൾ അപ്പത്തിന് മാറ്റം സംഭവിക്കുന്നു. ഓസ്തി പരിശുദ്ധ കുർബാനയായിട്ട് മാറുന്നു. പരിശുദ്ധ കുർബാനയുടെ 2ാമത്തെ പാഠമാണ് ക്രിസ്തു ഇവിടെ പഠിപ്പിച്ചത്. തൻ്റെ ശരീരം ഇളം കാറ്റിൽ പറന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ ഭാരമില്ലാതാക്കാൻ പറ്റും. വെള്ളത്തിന് മുകളിലൂടെ തൻ്റെ ശരീരം ഉയർന്നു നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ ഒട്ടും ഭാരമില്ലാതാക്കാൻ ഒരു ഓസ്തിയുടെ ഉള്ളിൽ തൻ്റെ ശരീരത്തെ ഒതുക്കാനാകുമെന്ന് യേശു പഠിപ്പിച്ച പാഠം ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എല്ലാ അത്ഭുതങ്ങളും വെറുമൊരു സൗഖ്യത്തിന് വേണ്ടിയോ സന്തോഷത്തിന് വേണ്ടിയോ മാത്രമല്ല, മറിച്ച് വലിയ ദൈവീക രഹസ്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുദിനം ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളിലും വലിയ ദൈവീക രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾക്ക് കുറച്ചും കൂടി ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമെന്ന് മാത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ, സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. നീക്കണമേ കറകൾ, ചൊരിയണമേ കൃപകൾ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം സ്നേഹമേ, കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ദിവ്യമാം ഭോജ്യമേ, ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ. കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ, മലയോളം കൃപയുമായി
കൃപ ചോർന്നെൻ ജീവനിൽ കടലോളം സ്നേഹമായി മരുഭൂവാം മാനസേ മലയോളം കൃപയുമായി കൃപ ചോർന്നെൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എന്നീശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എന്നീശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം നീ തന്നപ്പോൾ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം സർവം നിന്ദാനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം നൽ സുഹൃതം എൻ ധർമ്മം അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ ദ്യോവിതിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാധേയമേ ഹൃദയമൊരുക്കി ഞാൻ നാഥാണയൂ സർവം അർപ്പിക്കാം എന്നിൽ അലിയൂ നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ